ഹലോ ഗായ്സ്, വെൽക്കം ടു സുലൂസ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഊട്ടി ഹിൽ സ്റ്റേഷനിലെ മെയിൻ സ്പോട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രിവാൻഡ്രം എറണാകുളം സൈഡിലുള്ളവർ ഊട്ടിയിൽ പോകുന്നത് കോയമ്പത്തൂർ വഴിയും അട്ടപ്പാടി വഴിയും പോകാം. കോഴിക്കോട് നിന്നുള്ളവർ മസനഗുഡിയും ഗൂഡല്ലൂർ വഴിയും വരാം. മേട്ടുപ്പാളയത്തിൽ നിന്ന് 2 വഴികളുണ്ട്. കൂണൂർ വഴിയും പോകാം, കോട്ടഗിരി വഴിയും പോകാം. കോട്ടഗിരി വഴി പോകുമ്പോഴാണ് ദൊട്ടാപ്പെട്ട പീക്ക് എത്തുന്നത്. അതിമനോഹരമായ വഴിയാണത്. ദൊട്ടാപ്പെട്ട പീക്കിലെ മഞ്ഞൊക്കെ കണ്ട് അവിടെ നിന്ന് കറങ്ങിയിട്ട് നമ്മൾ നേരെ പൈക്കരയ്ക്ക് വിട്ടു. ഗൂഡല്ലൂർ പോകുന്ന റൂട്ടാണത്. ആ റൂട്ട് 2 സൈഡും പൈൻ മരങ്ങളും കാടും. എൻ്റെ അമ്മോ, വല്ലാത്തൊരു ഫീലാണ് അതിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കോടമഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ഊട്ടിപ്പട്ടണം, ചെറിയ ചെറിയ വീടുകൾ, എല്ലാം ഒരു എസ്തറ്റിക് വൈബാണ് ഊട്ടിക്ക് കൊടുക്കുന്നത്. നമ്മളങ്ങനെ പൈക്കര വാട്ടർഫോൾസ് എത്തി. അവിടെ നിന്ന് നമ്മളൊരു ബാറ്ററി വാൻ വഴിയാണ് പോകുന്നത് വാട്ടർഫോൾസിലേക്ക്. ആ മലമുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയാണ് അതിമനോഹരം. താഴെ ഒരു ലേക്കൊക്കെ ഉണ്ട്. മലമുകളിൽ നിന്ന് വെള്ളച്ചാട്ടം ഒന്നുമല്ല, പക്ഷേ ഒരു പ്ലെയിനായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് പൈക്കര. അത് നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ആ വ്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു 20 രൂപ ടിക്കറ്റാണ് അവിടെ ഉള്ളത്. തിരിച്ച് നമ്മൾ സ്റ്റെപ്പുകൾ ഇറങ്ങി തിരിച്ച് കയറി വന്ന് നമുക്ക് ചെറിയ ചെറിയ കോട്ടേജസ് കാണാം. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ബാറ്ററി വാനിലൂടെയാണ് പോയത് തിരിച്ച്. നെക്സ്റ്റ് ലൊക്കേഷൻ വരുന്നത് ഷൂട്ടിംഗ് പോയിൻ്റ് ആണ്, 9th മൈൽ ഷൂട്ടിംഗ് പോയിൻ്റ്. അതും ഗൂഡല്ലൂർ പോകുന്ന ഈ സെയിം വഴിയാണ്. നമ്മൾ 6 മണി വരെ ഉള്ളൂ അവിടെ. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ കയറി. വാഗമൺ മൊട്ടക്കുന്നുകൾ പോലൊക്കെ തന്നെയാണ്, പക്ഷേ ആ സൂര്യനും കോടയും മഞ്ഞും എല്ലാം കൂടെ കിട്ടുന്നൊരു ഫീല് അത് ഈ ഊട്ടിയിൽ മാത്രമേ കിട്ടുള്ളൂ. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ചിലവഴിക്കാൻ ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ഡേ നമ്മുടെ ഊട്ടിയിലെ മെയിൻ അട്രാക്ഷൻ ടോയ് ട്രെയിൻ കാണാനാണ് പോയത്. കോണൂറിൽ നിന്ന് ഊട്ടിയിലേക്കാണ് നമ്മൾ രാവിലെ യാത്ര ചെയ്തത്. രാവിലത്തെ കോടയും മഞ്ഞും സ്റ്റേഷനും അടിപൊളി ഫീലാണ്. IRCTC ആപ്പ് വഴി 2 ദിവസം മുന്നേ പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് ടോയ് ട്രെയിനിലേക്കുള്ള ലഭിക്കത്തുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഊട്ടിയിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ഊട്ടി ലേക്ക് വിസിറ്റ് ചെയ്തു. 4 പേർക്കുള്ള പെഡൽ ബോട്ടും 2 പേർക്കുള്ള പെഡൽ ബോട്ടും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. നമ്മൾ ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്ത ഒരു വെറൈറ്റി നമ്പർ ഓഫ് ഫ്ലവേഴ്സ് നമുക്കവിടെ കാണാൻ സാധിച്ചു. അവിടെ കുറേ ഗ്രീൻ ഹൗസ് ഷെഡ്സും ഉണ്ട്. അതിലും അവർ ആ ചൂടിലും പ്രത്യേക ചൂടിലും ഒക്കെ പൂക്കളെയൊക്കെ വളർത്തുന്നുണ്ട്. റെഡ്, റോസ്, അങ്ങനെ വർണ്ണശബളമായ ഇഷ്ടംപോലെ പൂക്കൾ തന്നെയാണ് നമ്മളവിടെ കണ്ടത്. അവിടുത്തെ ആംബിയൻസും അടിപൊളി. ലോണും ഡാലിയായും അങ്ങനെ പലതരം പൂക്കൾ നമ്മളവിടെ കണ്ടു. ആക്ച്വലി നമുക്ക് 1 മണിക്കൂർ കൊണ്ടൊന്നും ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് ചെയ്ത് തരത്തില്ല. ഒരു 1 ഡേ ഫുള്ളുണ്ടെങ്കിലും മതിയാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് നമ്മൾ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് തിരിച്ച് താഴോട്ടിറങ്ങി. മുകളിലോട്ടും കയറി താഴോട്ടും ഇറങ്ങി. താഴോട്ടിറങ്ങുമ്പം അവർ കൽക്കരി ഉപയോഗിച്ചാണ് ആ ട്രെയിൻ പ്രവർത്തിച്ചിരുന്നത്. ഈ കൽക്കരി കത്തിച്ച് ആദ്യം വെള്ളം ചൂടാക്കും. ആ വെള്ളത്തിൻ്റെ സ്റ്റീം, ഹൈ പ്രഷർ ഉള്ള സ്റ്റീം ഈ പിസ്റ്റൺസിനെ താഴോട്ടും മുകളിലോട്ടും അനക്കും. അങ്ങനെ ഈ പിസ്റ്റൺസ് ഡ്രൈവിംഗ് വീൽസുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഈ വീൽസ് കറങ്ങുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇവർ വെള്ളം നിറയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളും ടണൽസും 3-4-5 ടണൽസ് ഉണ്ട്. അങ്ങനെ പോയി കുറേ സ്റ്റേഷൻസ് ഉണ്ട്. എല്ലാം ഓരോ പോസ്റ്റ് കാർഡ് വ്യൂവിന് പറ്റിയ അടിപൊളി ഫ്രെയിംസാണ്. കെട്ടി, വെല്ലിംഗ്ടൺ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സ്റ്റേഷനിൽ നിർത്തി. അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. പിന്നെ പലതരം ആർച്ചും തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് ഈ ടോയ് ട്രെയിൻ പോകുന്നത്. ടോയ് ട്രെയിൻ ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ്. ഇനി ട്രാവൽ വീഡിയോസിനായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ഗായ്സ്.